പ്ലസ് ടു കഴിഞ്ഞ് ഒരു വർഷം കുത്തിയിരുന്ന് റിപ്പീറ്റ് ചെയ്ത് നീറ്റും ജെയും ഒക്കെ ക്രാക്ക് ചെയ്ത് എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജുകളിലൊക്കെ പഠിക്കണം എന്നായിരിക്കും പലരും വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ മക്കളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കാൻ നോക്കുന്നത്? ഇപ്പം നിങ്ങൾ പ്ലസ് ടുവിലല്ലേ നിൽക്കുന്നത്. സോ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുത്താൽ എന്താണ് പ്രശ്നം? അതല്ലേ നല്ലത്. കാരണം നമ്മുടെയൊക്കെ ഒരു വർഷം നമുക്ക് പോകില്ല. അങ്ങനെ ഞാൻ പല മക്കളോടും പറയുമ്പോൾ അവരെന്നോട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, സാറേ, അങ്ങനെ ഞാൻ ഈ പറയുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ബോർഡ് എക്സാം പ്രിപ്പറേഷൻ മൊത്തത്തിൽ അങ്ങ് തകിടം മറിയില്ലേ? കാരണം ഞങ്ങൾക്ക് പ്ലസ് ടുവിൽ പ്രാക്ടിക്കൽസ് ഉണ്ട്, തിയറി, മോഡൽസ് എല്ലാം ഉണ്ടല്ലോ. സോ ഞങ്ങൾക്ക് എങ്ങനെയാണ് രണ്ടും പാരലി ബാലൻസ് ചെയ്യാൻ പറ്റുക? ഈ പറയുന്ന പരീക്ഷയ്ക്ക് പിന്നെയാണെങ്കിലും പഠിക്കാം, പക്ഷേ ബോർഡ് എക്സാമിന് ഒരൊറ്റ ചാൻസ് അല്ലേ ഉള്ളൂ എന്ന് പല മക്കളും പറയുന്നു. മക്കളെ, അതിൻ്റെ റിയാലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 1200-ൽ 1200 മാർക്ക് നേടിയ മക്കളുണ്ടല്ലോ, അതിൽ മെജോറിറ്റി മക്കളും, ട്രസ്റ്റ് മീ, മെജോറിറ്റി മക്കളും ഈ പറയുന്ന ബോർഡ് എക്സാമിന് മാത്രം തയ്യാറെടുക്കുന്ന മക്കളല്ല, കൂടെ ഈ പറയുന്ന നീറ്റും ജെയും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണ് പലരും ഇത്രത്തോളം മികച്ച നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ പലപ്പോഴായിട്ട് ഇപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സിനും ഒക്കെ പ്ലസ് ടു ബോർഡ് എക്സാമിൽ പല പേപ്പേഴ്സും ഭയങ്കര സ്റ്റാൻഡേർഡായ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെന്ന് പറയപ്പെടുന്ന ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ടഫാണെന്ന് പൊതുവേ പറയപ്പെടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന മക്കൾക്ക് ആ ചോദ്യങ്ങളൊന്നും ആ ലെവലിൽ ടഫ് ആവണമെന്നില്ല. കാരണം അതിനേക്കാളും എത്രയോ മടങ്ങ് വലിയ ചോദ്യങ്ങളാണ് അവർ പഠിച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവർക്ക് ഇതൊക്കെ ഭയങ്കര എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. സോ അതിനാലാണ് ഈ പറയുന്ന ബോർഡ് എക്സാമിൻ്റെ കൂടെ നീറ്റും ജെയും ഒക്കെ തയ്യാറെടുക്കുന്ന മക്കൾക്ക് മുഴുവൻ മാർക്കും ഒക്കെ സ്വന്തമാക്കാൻ പറ്റുന്നത്. സോ ഒരിക്കലും ഇത് നിങ്ങളുടെ ബോർഡ് എക്സാം പ്രിപ്പറേഷനെ മോശമാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് കുറച്ചുകൂടി ബെറ്റർ ആക്കുകയാണ് ചെയ്യുന്നത് എന്ന റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാര്യം എന്ന് പറഞ്ഞ സമയമാണ്. ആ സമയം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം ഒരു വർഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാൽ അത് പോയത് തന്നെയാണ്. സോ അതിനൊരു ഇടവരുത്താതെ തന്നെ പ്ലസ് ടുവിന് ശേഷമുള്ള ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് ഈ പറയുന്ന പരീക്ഷയൊക്കെ നേരിടാം. കൃത്യമായ ഏറ്റവും മികച്ച റാങ്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സോ അതിന് നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന സൈലത്തിൻ്റെ ഏറ്റവും എക്സ്ക്ലൂസീവായ ബാച്ചാണ് സൂപ്പർ കിങ്സ് എന്ന് പറയുന്നത്. പ്ലസ് ടുവിൻ്റെ കൂടെ പാരലലി നീറ്റിനും ജെയ്ക്കും നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന സൈലത്തിൻ്റെ പ്രീമിയം ബാച്ചാണ് സൂപ്പർ കിങ്സ് എന്ന് പറയുന്നത്. ആ ബാച്ചിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ സൈലത്തിൻ്റെ ട്യൂഷൻ പ്രോഗ്രാമായ അഗ്നി ഫ്രീ ആക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ 2027 ക്രാഷ് നിങ്ങൾക്ക് ഫ്രീ, ഓൺലൈൻ ക്രാഷ് നിങ്ങൾക്ക് ഫ്രീ ആക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ തുടങ്ങിയ എക്സാംസ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. സോ ഇതെല്ലാം സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ബാച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെല്ലാം പുറമെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്റ്റഡി മെറ്റീരിയൽസ്, എക്സാം സീരീസ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും സൂപ്പർ കിങ്സ് ബാച്ചിനകത്ത് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഓഫേഴ്സും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ താഴെ കാണുന്ന നമ്പർ ആരും തന്നെ മറന്നു പോരുത്. ഉടൻ അഡ്മിഷൻ എടുക്കുക, ഗംഭീരമായിട്ട് പഠിക്കുക. അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യണം എന്ന മെന്റാലിറ്റി മാറ്റി വെച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ തൂക്കും എന്ന മെന്റാലിറ്റിയിലോട്ട് നിങ്ങളെല്ലാവരും മാറുക. അടിപൊളിയാക്കാം മക്കളെ. ഓൾ ദ ബെസ്റ്റ്.